ജയചന്ദ്രൻ, ഇവിടെ ഇപ്പോൾ നോക്കൂ, കോൺഗ്രസിൽ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ആരാകണം മുഖ്യമന്ത്രി എന്ന ചർച്ചയാണ്, അല്ലെങ്കിൽ അതിനുള്ള അവകാശവാദം ഉറപ്പിക്കുന്നതിനുള്ള നേതാക്കളുടെ വലിയ ശ്രമമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിന് പിന്നാലെയാണിപ്പോൾ മുസ്ലിം ലീഗും ഇങ്ങനെ ഒരു പരസ്യമായ പ്രതികരണം ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നത്. LDFന് ഇക്കാര്യങ്ങളൊന്നും ചർച്ച ചെയ്യേണ്ടുന്ന സാഹചര്യമില്ല, അവർ എന്തായാലും തിരിച്ചു വരാൻ പോകുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത്തരം ചർച്ചകൾ നടക്കേണ്ട ഇടം ഇത് തന്നെയാണ്. കോൺഗ്രസിന് അതിന് മാനദണ്ഡങ്ങളുണ്ട്, അതനുസരിച്ച് തീരുമാനം എടുക്കും എന്നതാണ് ലീഗ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇനി LDFന്റെ തിരിച്ചുവരവ് എന്നത് അപ്രസക്തമായ കാര്യമായി കഴിഞ്ഞിട്ടുണ്ടോ? അല്ല, ഇത് 2021 തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴും ഇത് തന്നെയായിരുന്നല്ലോ അവസ്ഥ. അതിൽ സംശയമൊന്നും താങ്കൾക്കെങ്കിലും ഉണ്ടാവില്ലല്ലോ. ലീഗിന്റെ കാര്യം അവിടെ നിൽക്കട്ടെ. ലീഗ് 2021 ഏപ്രിൽ 6 തെരഞ്ഞെടുപ്പ്, മെയ് 2 വോട്ടെണ്ണൽ. ഏപ്രിൽ 6 ശേഷം മെയ് 2 വരെയുള്ള കാലയളവിൽ എന്തൊക്കെയാണ് നടന്നതെന്നുള്ളത് അക്കാലത്തെ കാര്യങ്ങൾ ഓർമ്മിക്കുന്ന ഏതൊരാൾക്ക് മനസ്സിലാകാവുന്ന കാര്യമേ ഉള്ളൂ. എന്നിട്ടാണ് ലീഗ് പറയുന്നത് അവര് വരുന്നില്ല, കോൺഗ്രസ് ഇതാ വന്നു കഴിഞ്ഞു. അതുകൊണ്ടാണ് ഒന്നുകൂടെ റീജോയിൻ ചെയ്യട്ടെ. ശ്രീ ജയചന്ദ്രൻ, താങ്കൾ തുടർന്നോളൂ. റീജോയിൻ ചെയ്യട്ടെ. അല്ല, അപ്പൊ അങ്ങനെയാണ് അന്ന് പറഞ്ഞിരുന്നത്. അപ്പൊ അത് നാട്ടുകാരിലെ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ രേണു. അന്നത്തെ കോലാഹലങ്ങളും ബഹളങ്ങളും ഇന്ന് തുടങ്ങി വെച്ചിട്ടുള്ള കോലാഹലങ്ങളും. ഇതിൽ ശ്രദ്ധേയമായൊരു കാര്യമായി എനിക്ക് തോന്നിയത് അത് ഞാൻ പറയാം. ഈ നൂറ്റാണ്ടിൽ, 21ാം നൂറ്റാണ്ടിൽ, ഇപ്പൊ 2026 തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതല്ലേ ഉള്ളൂ, 4-ാം തീയതിയാണല്ലോ വോട്ടെണ്ണുന്നത്. ആദ്യം 2001 UDF സർക്കാർ, പിന്നീട് 2006 UDF സർക്കാർ, പിന്നെ 2011 UDF സർക്കാർ, പിന്നെ 2016 2021 അവസരം കിട്ടിയില്ല. ഇപ്പൊ അവസരം കിട്ടുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നു. അതിരിക്കട്ടെ, ആ റിസൾട്ട് വരാനിരിക്കുകയാണല്ലോ. ഈ 3 ഘട്ടങ്ങളിലും 2001 2006 2011 UDFന് ഭൂരിപക്ഷം കിട്ടിക്കഴിഞ്ഞപ്പോൾ ആരായിരിക്കണം മുഖ്യമന്ത്രി എന്ന കാര്യത്തിൽ തർക്കമൊന്നും ഉണ്ടായിരുന്നില്ല. ആദ്യം AK ആന്റണിയും, പിന്നീട് 2004 പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ 2004 തന്നെ AK ആന്റണി മാറി വീണ്ടും ഉമ്മൻചാണ്ടി വരുന്നു. ആദ്യമായിട്ട് ഉമ്മൻചാണ്ടി വരുന്നു. ഉമ്മൻചാണ്ടി വീണ്ടും 2006 തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് തോൽക്കുന്നു. 2015 അദ്ദേഹം വീണ്ടും മുഖ്യമന്ത്രിയായി വരുന്നു. അപ്പൊ അപ്പോഴൊന്നും കോൺഗ്രസിൽ മറ്റ് സ്ഥാനാർത്ഥികൾ, മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികൾ സംബന്ധിച്ച് തർക്കങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ആൾക്കാരില്ലാഞ്ഞിട്ടല്ല, കോൺഗ്രസിന് നേതൃബാഹുല്യം ഉള്ള ഒരു പ്രസ്ഥാനം, പാർട്ടിയും കൂടെയാണല്ലോ. പക്ഷെ അപ്പോഴൊന്നും തർക്കം ഉണ്ടായില്ല. ഇപ്പോ ആ തർക്കം തുടങ്ങുകയും ഉടലെടുക്കുകയും അത് വീണ്ടും തീവ്രമായി രൂപാന്തരപ്പെടുകയും ചെയ്യുന്ന സാഹചര്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിലെന്താണ് കാരണം? അതാണല്ലോ ആലോചിക്കേണ്ട വിഷയം. രമേശ് ചെന്നിത്തല ഇത്രയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും, ലീഗ് എന്ന് പറഞ്ഞിട്ടും രമേശ് ചെന്നിത്തല പറയാൻ എന്താണ്? ഒടുവിൽ ഇപ്പൊ ന്യൂസ് 18 സ്ക്രോൾ ചെയ്ത് കാണിച്ചല്ലോ, ഞാൻ ഏതെങ്കിലും സോഷ്യൽ മീഡിയയിൽ കൂടെ വന്ന് നേതാവായ ആളല്ല, സ്കൂൾ കാലഘട്ടം മുതലേ സമരങ്ങളിൽ പങ്കെടുത്ത് ജയിൽവാസമൊക്കെ അനുഭവിച്ച് പീഡനങ്ങളൊക്കെ ഏറ്റുവാങ്ങി വന്നയാളാണ്. കോൺഗ്രസിന് വേണ്ടി പീഡനങ്ങൾ ഏറ്റുവാങ്ങിയ തലമുറയുടെ പ്രതിനിധിയാണ് താൻ എന്ന് പ്രത്യേകമായി അദ്ദേഹം ഓർമ്മിപ്പിക്കുന്ന പോലും ഉണ്ട്. അതാണല്ലോ ഇപ്പൊ സ്ക്രോൾ ചെയ്ത് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുണ്ട്. അപ്പൊ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇപ്പോഴല്ലെങ്കിൽ ഇനി എപ്പോൾ എന്നുള്ള ചോദ്യത്തിലേക്ക് ആ ചോദ്യം അവർ തീവ്രമായി ഫേസ് ചെയ്യുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ഇപ്പോ ജയമാർക്ക് എന്നുള്ളത് 4-ാം തീയതി കൃത്യമായി അറിയാൻ കഴിയും. പക്ഷെ UDFലെ പാളയത്തിലെ പട എന്താണെന്നുള്ളതാണല്ലോ പരിശോധിക്കപ്പെടേണ്ടത്. ഈ പാളയത്തിൽ പടയുണ്ടാക്കിയത് ഭരണപക്ഷമല്ല, മാധ്യമങ്ങളല്ല. ഇതുണ്ടാവുന്ന അവിടുന്ന് തന്നെയാണ്. ഏതെങ്കിലും ഒരു നേതാവ് നേരിട്ട് ഇങ്ങോട്ടിറങ്ങി അയാളുടെ ഫ്ലക്സ് ബോർഡും വെച്ച് വലിയ ഹോർഡിങ്സും വെച്ച് കാര്യങ്ങൾ തീരുമാനിക്കുകയല്ല. അതിന് പകരം അനുയായികളെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിക്കുകയാണ് ചെയ്യുന്നത്. സോഷ്യൽ മീഡിയയിൽ ഇത്തരം കാര്യങ്ങൾ നിരന്തരം ചർച്ചയാക്കുകയാണ് ചെയ്യുന്നത്. സ്വാഭാവികമായും മാധ്യമങ്ങൾ അത്തരം ചർച്ചകളിൽ ഇടപെടുകയും അവരുടേതായിട്ടുള്ള ചർച്ചകൾ സംഘടിപ്പിക്കുകയും ചെയ്യുന്നതിന്റെ ഒരു ഭാഗമാണ് ന്യൂസ് 18 ഇപ്പോഴത്തെ ചർച്ചയും. അതങ്ങനെയാണ്. എന്തുകൊണ്ടാണ് അങ്ങനൊരു പാർട്ടിക്ക് ചെയ്യേണ്ടി വരുന്നത് എന്നുള്ളതിനേക്കാൾ എപ്പോഴും കോൺഗ്രസ് നേതാക്കളെല്ലാം പറഞ്ഞൊരു കാര്യം, ഞങ്ങളത് ജനാധിപത്യ പാർട്ടിയാണ്. ജനാധിപത്യ പാർട്ടി ആയതുകൊണ്ട് CPIM-നെ പോലെ ഇടതുപക്ഷത്തെ പോലെ ഒരു കേഡർ പാർട്ടിയല്ല, അച്ചടക്കത്തിന്റെ വാളോങ്ങി നിൽക്കുന്നവരല്ല. ജനാധിപത്യപരമായി ആർക്കും അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യ അവകാശമൊക്കെ ഉണ്ട്. പക്ഷെ ആ പ്രക്രിയയാണ് ഇപ്പൊ കാണുന്നത്. ജനാധിപത്യപരമായ അഭിപ്രായ സ്വാതന്ത്ര്യം വിനിയോഗിച്ച് നടത്തുന്ന
നടപടികളാണെങ്കിൽ ഇത് നമുക്കെല്ലാം അംഗീകരിച്ചു കൊടുക്കാം. അംഗീകരിക്കാൻ നമ്മൾ ബാധ്യസ്ഥരുമാണ്. കാരണം നമ്മൾ ജനാധിപത്യ സമൂഹത്തിലാണ് ജീവിക്കുന്നത്. പക്ഷെ ഇവിടെ പ്രശ്നമല്ല. എനിക്ക് വേണം എന്ന നിലയിൽ ചില ആൾക്കാർ പരസ്യമായി രംഗത്ത് വരുന്നു. പക്ഷെ അവരുടേതായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് നടത്താതെ മറ്റുള്ളവർക്കും അത് പ്രകടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് അപ്പുറത്ത് ഇപ്പൊ 2 ദിവസമായിട്ടൊന്നും മങ്ങി നിൽക്കുന്നത് KC വേണുഗോപാലിന്റെ കാര്യങ്ങളാണ്. KC വേണുഗോപാൽ ഇപ്പൊ ഫാർ ഫ്രണ്ടിലേക്ക് വരുന്നില്ല. മുഖ്യമന്ത്രി പദത്തിന് വേണ്ടിയുള്ള ആ ഒരു ഓട്ടത്തിൽ അദ്ദേഹം ഇന്നലെ പറഞ്ഞത് അതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ വ്യാഖ്യാനിച്ചു കൊടുക്കുന്നതാണ്. കാരണം അദ്ദേഹത്തിന് ഇങ്ങനെ ഈ പ്രൊപ്പഗൻഡയായിട്ട് ഇറങ്ങേണ്ട കാര്യമില്ല. അദ്ദേഹം ഡൽഹിയിൽ ഇരുന്ന് തീരുമാനിക്കുകയാണ് കേരളത്തിൽ UDF ഭൂരിപക്ഷം കിട്ടിയാൽ തന്റെ റോൾ ഇന്നതായിരിക്കണം, തനിക്ക് സ്ഥാനം ഇന്നതായിരിക്കണം എന്ന് KC വേണുഗോപാൽ ഡൽഹിയിൽ നിന്ന് തീരുമാനിച്ചാൽ മതി. അത് നടപ്പിലാക്കി കൊടുക്കും ഹൈക്കമാൻഡ്. അദ്ദേഹത്തിന് ഇവിടെ ഇങ്ങനെ ഇത്തരത്തിലുള്ള ലോബിയിങ് നടത്തേണ്ട ഒരു കാര്യമില്ലാത്തതുകൊണ്ട് അദ്ദേഹം ലോബിയിങ്ങിലേക്ക് വന്നിട്ടില്ല. പക്ഷെ ലോബിയിങ്ങിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള 2 പേരാണ് രമേശ് ചെന്നിത്തലയും VD സതീശനും. അതാണ് കാണുന്നത്. അത് കോൺഗ്രസിൽ നിന്ന് ഉയർന്നു വരുന്നതാണല്ലോ. അതുകൊണ്ടാണല്ലോ ലീഗിന് പോലും ഇങ്ങനെ പറയേണ്ടി വരുന്നത്. കുഞ്ഞാലിക്കുട്ടി ഇന്നലെ സാദിഖലി തങ്ങൾ ഇന്നലെ തന്നെ പറഞ്ഞു ഇതൊക്കെ വോട്ടെടുപ്പിന് ശേഷം തീരുമാനിക്കേണ്ട കാര്യങ്ങളെ കുറിച്ച് ഇപ്പൊ ഇങ്ങനെ ചെയ്യുന്നത് ശരിയല്ല എന്ന് ഇന്നലെ തന്നെ സാദിഖലി തങ്ങൾ പറഞ്ഞു. അതിന്റെ തലേ ദിവസം PMA സലാം ലീഗിന്റെ ജനറൽ സെക്രട്ടറി പറഞ്ഞു. ഇന്ന് ശ്രീ PK കുഞ്ഞാലിക്കുട്ടി തന്നെ പറയുന്നു. ഇതൊക്കെ ഉണ്ടാവുന്ന എന്തുകൊണ്ടാണ്? ഈ തർക്കം മൂത്ത് ഇങ്ങനെ വരുന്നു. ഇത് വല്ലാത്തൊരു വിഴുപ്പലക്കൽ എന്നുള്ള നിലയിലേക്ക് ഇപ്പൊ ആയിട്ടില്ല എന്നുള്ളതേ ഉള്ളൂ. ഇനി അങ്ങോട്ടാണ് വരുന്നത്. അതിന്റെ തുടക്കം എന്ന നിലയിലാണ് ഞാൻ സ്കൂൾ കാലഘട്ടം മുതലേ എന്ന് പറഞ്ഞ് രമേശ് ചെന്നിത്തല ഇന്നത്തെ ഈ സ്റ്റേറ്റ്മെന്റിന്റെ ബേസ് നിൽക്കുന്നത്. അപ്പൊ ആ തരത്തിൽ കൊണ്ടുപോകുന്ന എന്തിനാണ് ഒരു പാർട്ടി എന്നുള്ളതാണല്ലോ ചർച്ച ചെയ്യപ്പെടുന്നത്. അതിന് ഇതൊക്കെ ഇതിനകത്ത് സ്വാഭാവികമാണെന്ന് പറഞ്ഞാലൊന്നും അങ്ങനെ സ്വാഭാവികമല്ല. തീർച്ചയായും സ്വാഭാവികമായിട്ടുള്ള ചർച്ചകളല്ല നടക്കുന്നത് എന്നതാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. രമേശ് ചെന്നിത്തലയുടെ ഇപ്പോൾ M ജയചന്ദ്രൻ സൂചിപ്പിച്ച ആ പ്രസ്താവനകൾ എന്ന് പറയുന്നത് ഒരു അനുസ്മരണ ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ട് രമേശ് ചെന്നിത്തല പറഞ്ഞതാണ്. നേതാവായി ഒരു സുപ്രഭാതത്തിൽ പൊട്ടിവീണ ആളല്ല താൻ, പഴയകാല ചരിത്രം പറഞ്ഞ് പറയുകയായിരുന്നു രമേശ് ചെന്നിത്തല. ആ ചടങ്ങിൽ സൈക്കിളിൽ പോയി പാർട്ടി പ്രവർത്തനം നടത്തിയിട്ടുണ്ട്. പക്ഷേ ഇന്ന് സോഷ്യൽ മീഡിയയിൽ എഴുതിയാൽ നേതാവാകാൻ പറ്റും എന്ന സാഹചര്യമാണ് ഉള്ളതെന്ന് രമേശ് ചെന്നിത്തല പറയുന്നു. പക്ഷേ ഇപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനത്തിനായി ഈ അവകാശവാദം ഉന്നയിക്കുന്ന 3 നേതാക്കളെ സംബന്ധിച്ചും അവർക്ക് 3 പേർക്കും അവകാശപ്പെടാൻ ഇതുപോലെയുള്ള അനുഭവങ്ങൾ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ ഉൾപ്പെടെ വന്ന് ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനങ്ങൾ ഉൾപ്പെടെ വഹിച്ച് പാർട്ടിക്ക് വേണ്ടി നിന്ന നേതാക്കൾ എന്ന അവകാശവാദം അവർക്കുണ്ടാവും. ശ്രീ ജോർജ് പൊടിപ്പാറ, ഇപ്പോൾ ആ സാങ്കേതിക പ്രശ്നം മാറിയെന്നാണ് ഞാൻ കരുതുന്നത്. താങ്കൾക്ക് പറഞ്ഞു വന്നത് പൂർത്തിയാക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ് നിർത്തിയത്, അതായത് 3 ഭൈമി കാമുകര് ഈ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ്. നമ്മളത് എത്ര നിഷേധിച്ചിട്ടും കാര്യമില്ല. അതൊരു വസ്തുതയാണ്. ഏറ്റവും സീനിയർ ആയിട്ടുള്ള നേതാവ് ശ്രീ രമേശ് ചെന്നിത്തലയുണ്ട്. തൊട്ട് പിന്നാലെ അഖിലേന്ത്യാ തലത്തിൽ വലിയ പദവി വഹിക്കുന്ന സംഘടനാ ജനറൽ സെക്രട്ടറി സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി KC വേണുഗോപാലുണ്ട്. ഇപ്പൊ പ്രതിപക്ഷ നേതാവിന്റെ സ്ഥാനം വഹിക്കുന്ന VD സതീശനുണ്ട്. ഈ 3 പേരും മുഖ്യമന്ത്രിയാകാൻ സർവ്വതാ യോഗ്യരാണെന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു തർക്കവുമില്ല. പക്ഷെ പ്രസന്റ് കോണ്ടെക്സ്റ്റിൽ ഇവരെ ആര് നേതാവാകണം എന്നുള്ളതാണ്, അല്ലെങ്കിൽ ആര് മുഖ്യമന്ത്രിയാകണം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.